ഹലോ എവരി വൺ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹെൻറി ഫയോൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള 14 പ്രിൻസിപ്പിൾസിൽ ആദ്യത്തെ 7 പ്രിൻസിപ്പിൾസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി ബാക്കിയുള്ള 7 പ്രിൻസിപ്പിൾസ് നമ്മൾ ഈ വീഡിയോയിലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് 8ാമത്തെ പ്രിൻസിപ്പിൾ മുതലാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൽ 8ാമത്തെ പ്രിൻസിപ്പിളായിട്ടുള്ള സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ നോക്കാം. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ the concentration of decision making authority at the top level is called centralization. എന്ന് വെച്ചാൽ നമ്മളെ സ്ഥാപനത്തിൽ തീരുമാനം, അതായത് ഡിസിഷൻ മേക്കിങ്ങിനുള്ള പവർ അത് ടോപ്പ് ലെവലിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ട്രിബ്യൂഷൻ അറ്റ് ഓൾ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്, അതായത് ഓർഗനൈസേഷനിലുള്ള എല്ലാ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്, നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഓരോ ലെവൽസ് നോക്കിയതാണ്. അതിൽ പറയുന്നുണ്ട് ടോപ്പ് ലെവല്, മിഡിൽ ലെവല്, ലോവർ ലെവല്, അങ്ങനെ 3 ലെവലുകൾ പറയുന്നുണ്ട്. അതിൽ എല്ലാ ലെവലിലേക്കും ഈ തീരുമാനം എടുക്കാനുള്ള പവർ, അതായത് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഈ എല്ലാ ലെവലിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള ഒരു പ്രോപ്പർ ബാലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് ഹെൻറി ഫയോൾ ഈ പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്. അതായത് നമുക്കിതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മളൊരു പ്രോപ്പർ ബാലൻസ് ഇവ തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യുമെന്നുള്ളതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള വൈറ്റൽ ഡിസിഷൻസ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കുക. അതുപോലെ ഇപ്പോൾ ഓപ്പറേഷണൽ ലെവൽ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. ഓപ്പറേഷനിൽ നമ്മൾ ഓർഗനൈസേഷൻ്റെ സെയിൽസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, അതായത് ചെറിയ ചെറിയ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിഡിൽ ലെവലിനെയും അതുപോലെ തന്നെ ലോവർ ലെവലിലുള്ള മാനേജേഴ്സിനെയൊക്കെ തീരുമാനിക്കുന്നതിനെയാണ് നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് 9ാമത്തെ പ്രിൻസിപ്പിളായിട്ടുള്ള സ്കെലാർ ചെയിൻ. ഇവിടെ ഈ ടേമിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഇതൊരു ചെയിനാണ്, ചെയിൻ ഓഫ് അതോറിറ്റി. ദി ഫോർമൽ ലൈൻ ഓഫ് അതോറിറ്റി ഫ്രം ഹയസ്റ്റ് ടു ലോവസ്റ്റ് റാങ്ക് ആർ നോൺ ആസ് സ്കെലാർ ചെയിൻ. അതായത് ടോപ്പ് ലെവലിൽ നിന്നും ലോവർ ലെവൽ വരെ നീണ്ടു നിൽക്കുന്ന ഒരു അധികാരത്തിൻ്റെ ലൈനാണ്, ഒരു ശ്രേണിയാണ് നമ്മൾ സ്കെലാർ ചെയിൻ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഫയോൾ പറയുന്നത് എന്താ? ഓർഗനൈസേഷൻസ് ഷുഡ് ഹാവ് എ ചെയിൻ ഓഫ് അതോറിറ്റി. അതായത് ഓർഗനൈസേഷനിൽ നിർബന്ധമായിട്ടും ഒരു ചെയിൻ ഓഫ് അതോറിറ്റി ഉണ്ടാവും, അതായത് അധികാരത്തിൻ്റെ ഒരു ശ്രേണി ഉണ്ടാവും. ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ദാറ്റ് റൺസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? ടോപ്പ് ലെവലിൽ നിന്നും ബോട്ടം ലെവൽ, ഏറ്റവും താഴെ തട്ടിലുള്ള ലെവൽ വരെ നീണ്ടു നിൽക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അതോറിറ്റി, അതിൻ്റെ ഒരു ചെയിനാണ് സ്കെലാർ ചെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ഷുഡ് ബി ഫോളോഡ് ബൈ മാനേജേഴ്സ് ആൻഡ് ദി സബോർഡിനേറ്റ്സ്. മാനേജേഴ്സിൽ നിന്നും സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികൾ വരെ നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ മാനേജേഴ്സും സബോർഡിനേറ്റ്സും തമ്മിൽ ഫോളോ ചെയ്യുന്ന ഒരു ലൈൻ ഓഫ് അതോറിറ്റിയാണ് സ്കെലാർ ചെയിൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് നോക്കാം. ഈ ഗ്രാഫിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എ ബി സി ഡി ഇ എന്നുള്ള വ്യക്തികളാണ്, അതുപോലെ തന്നെ എഫ് ജി എച്ച് ഐ, ഇങ്ങനെ ഇത്രയും വ്യക്തികളെ നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എ എന്ന വ്യക്തി നമ്മൾ ജനറൽ മാനേജറായിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ബിയും എഫിനെ നമ്മൾ ബി സെയിൽസ് മാനേജറായിട്ടും എഫിനെ നമ്മൾ പർച്ചേസ് മാനേജറായിട്ടും കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഈ ബിയുടെ അണ്ടറിൽ വരുന്ന വ്യക്തികളായിട്ട് സിയും ഡിയും ഇയും ഉണ്ടാവും. അതുപോലെ തന്നെ എഫിൻ്റെ അണ്ടറിൽ ജിയും എച്ചും ഐയും ഉണ്ടാവും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ സ്കെലാർ ചെയിൻ എന്നുള്ള പ്രിൻസിപ്പിളിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഇപ്പോൾ നമുക്ക് ഇ എന്ന വ്യക്തിക്ക് ഐ എന്ന വ്യക്തിയോട്
കോണ്ടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഇ എന്ന വ്യക്തി സ്കെലാർ ചെയിൻ എന്നുള്ള പ്രിൻസിപ്പിൾ പ്രകാരം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ഇയിൽ നിന്നും ഡിയിലേക്ക് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യണം. അതിനുശേഷം ഡി അത് സിയോട് പറയും, സി ബിയോട് പറയും, ബി അത് എയോട് പറയും, ടോപ്പ് ലെവലുള്ള എയോട് പറയും. എന്നിട്ട് എ എന്താ ചെയ്യുക? എ അത് എഫിനോട് പറഞ്ഞ്, എഫ് ജിയോട് പറഞ്ഞ്, ജി എച്ചിനോട് പറഞ്ഞ് ലാസ്റ്റ് മാത്രമേ ഐയിലേക്ക് അത് എത്തുള്ളൂ. ആ കമ്മ്യൂണിക്കേഷന് അവിടെ എത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം ഹെൻറി ഫയോൾ തന്നെ ഒരു പ്രോബ്ലം കണ്ടെത്തി. അതായത് നമുക്ക് തന്നെ ഇത് നോക്കിയാൽ അറിയാം, ഇയിൽ നിന്നും ഐയിലേക്ക് എത്തുമ്പോഴേക്കും കമ്മ്യൂണിക്കേഷൻ എത്തുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും. ഒരുപാട് സമയം എടുത്തിട്ട് മാത്രമേ കമ്മ്യൂണിക്കേഷൻ എത്തുള്ളൂ. അപ്പോൾ നമുക്ക് അർജൻറ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ടൈമിൽ എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഹെൻറി ഫയോൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഗ്യാങ് പ്ലാങ് എന്നുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് ഹെൻറി ഫയോൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇക്ക് ഡയറക്റ്റായിട്ട് ഐ എന്നുള്ള വ്യക്തിയോട്, അതായത് ഒരേ പൊസിഷനിലുള്ള ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അർജൻറ്റായിട്ടുള്ള ഘട്ടങ്ങളിൽ, അർജൻറ്റ് സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ഇക്ക് ഐയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഹെൻറി ഫയോൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഗ്യാങ് പ്ലാങ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ്റെ ഡിലേ കുറക്കാം. അതായത് ഒരുപാട് കാലതാമസം വരുന്നത് നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ ഗ്യാങ് പ്ലാങ് എന്നുള്ള ഈ ഷോർട്ട് കട്ട് മെത്തേഡ് പ്രകാരം സാധിക്കും എന്നാണ് ഹെൻറി ഫയോൾ പറയുന്നത്. അടുത്തത് 10th പ്രിൻസിപ്പിളാണ് ഓർഡർ. ഇവിടെ ഓർഡർ എന്നുള്ള പ്രിൻസിപ്പിളിൽ പറയുന്നത്, അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദർ ഷുഡ് ബി എ പ്രോപ്പർ പ്ലേസ് ഫോർ എവരിത്തിങ് ആൻഡ് എവരി വൺ. അതായത് ഓരോ കാര്യത്തിനും അതുപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും ഓരോ പ്രോപ്പർ പ്ലേസ് വേണം എന്നുള്ളതാണ് ഓർഡർ എന്നുള്ള പ്രിൻസിപ്പിളിൽ പറയുന്നത്. എംപ്ലോയീസിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ എംപ്ലോയീസിനും നമ്മൾ ക്യാബിന് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഓരോരുത്തരും എവിടെ നിൽക്കേണ്ടത് അല്ലെങ്കിൽ അവരുടെ വർക്ക് എവിടെയാണ് അവർ ചെയ്യേണ്ടത് എന്നുള്ളതിന് ഒരു കറക്റ്റ് പ്ലേസ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ഓർഡർ എന്നുള്ള പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഹെൻറി ഫയോൾ 2 തരത്തിലുള്ള ഓർഡറുകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഒന്നാണ് മെറ്റീരിയൽ ഓർഡർ. ഇവിടെ നമ്മൾ പറഞ്ഞു മെറ്റീരിയൽസിനും അതുപോലെ തന്നെ ടൂൾസിനൊക്കെ നമ്മൾ ഒരു ഓർഡർ സെറ്റ് ചെയ്യും എന്നുള്ളത് പറഞ്ഞു. അതിനെയാണ് നമ്മൾ മെറ്റീരിയൽ ഓർഡർ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഓരോ വ്യക്തികൾക്ക് ഓരോ ക്യാബിന് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യും എന്ന് പറഞ്ഞല്ലോ, അതിനെയാണ് നമ്മൾ സോഷ്യൽ ഓർഡർ എന്ന് പറയുന്നത്. അടുത്ത 11ാമത്തെ പ്രിൻസിപ്പിളാണ് ഇക്വിറ്റി എന്നുള്ളതിനെ നമുക്ക് സിമ്പിളായിട്ട് സമത്വം എന്നുള്ള മീനിങ്ങിൽ പറയാം. ദിസ് പ്രിൻസിപ്പിൾ എംഫസൈസസ് കൈൻഡ്ലിനെസ് ആൻഡ് ജസ്റ്റിസ് ഇൻ ദ ബിഹേവിയർ ഓഫ് മാനേജേഴ്സ് ടുവേർഡ്സ് വർക്കേഴ്സ്. അതായത് ഓർഗനൈസേഷനിലെ മാനേജേഴ്സ് വർക്കേഴ്സിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത്. അതായത് ഇക്വിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ കൈൻഡ്ലിനെസ് ആൻഡ് ജസ്റ്റിസ്, നീതിയുക്തമായിട്ടുള്ള രീതിയിലും സമത്വപരമായ രീതിയിലും വേണം മാനേജേഴ്സ് വർക്കേഴ്സിനോട് ബിഹേവ് ചെയ്യേണ്ടത് എന്നാണ് ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത്. അതായത് ഒരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനും ഇവിടെ ഉണ്ടാവരുത്. നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു രീതിയിലും നമ്മൾ വിവേചനം കാണിക്കരുത് എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ എയിം ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു റിലീജിയൻ്റെ ബേസിലോ അല്ലെങ്കിൽ കാസ്റ്റിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ ബേസിൽ അല്ലെങ്കിൽ നാഷണാലിറ്റീൻ്റെ ബേസിലൊന്നും നമ്മൾ, അല്ലെങ്കിൽ ഒരാൾ ആണാണോ പെണ്ണാണോ എന്നുള്ളതിൻ്റെ ഒന്നും ബേസിൽ നമ്മൾ ഡിസ്ക്രിമിനേഷൻ കാണിക്കരുത്. അത് സാലറി കൊടുക്കുന്നതിൻ്റെ കാര്യത്തിലായാലും വർക്ക് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മളങ്ങനെ ഡിസ്ക്രിമിനേഷൻ കാണിക്കരുത് എന്നുള്ളതാണ് ഈ ഇക്വിറ്റി എന്നുള്ള പ്രിൻസിപ്പിളിൽ പറയുന്നത്. അടുത്തത് 12ാമത്തെ പ്രിൻസിപ്പിളാണ് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ. ഇവിടെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥിരത അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിർത്തുക എന്നുള്ളൊരു മീനിങ്ങിൽ നമുക്ക് പറയാം. എംപ്ലോയീസിനെ ഒരു ജോലിയിൽ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഒരു കുറച്ച് കാലത്തേക്കെങ്കിലും അവരെ ഒരു ജോലിയിൽ സ്ഥിരമായിട്ട് നിർത്തണം എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിളിൽ ഫയോൾ പറയുന്നത്. നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് നോക്കാം. ന്യൂ എംപ്ലോയീസ് മസ്റ്റ് ബി ഗിവൺ. അതായത് പുതിയ എംപ്ലോയീസിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക്
കൊടുക്കണം. എന്ത് കൊടുക്കണം? ആംബിൾ ടൈം, അതായത് ആവശ്യമുള്ള ടൈം കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കണം എന്ന് പറയുന്നത്? ടു അഡാപ്റ്റ് ടു ന്യൂ കൾച്ചർ ആൻഡ് എൻവയോൺമെൻറ്റ് ഓഫ് ദി വർക്ക് പ്ലേസ്. അതായത് അവരെ പുതുതായിട്ട് നമ്മൾ അപ്പോയിൻ്റ് ചെയ്തതാവും. അപ്പോൾ അവർക്ക് നമ്മുടെ ആ ഓർഗനൈസേഷൻ്റെ ഒരു കൾച്ചർ അല്ലെങ്കിൽ അവിടെ ഉള്ളൊരു എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് അവർക്കെല്ലാം പുതിയതായിരിക്കും. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും എംപ്ലോയീസും അതുപോലെ തന്നെ അവിടെയുള്ള ഓരോ സ്റ്റാഫുകളും അല്ലെങ്കിൽ ഓരോ കൗണ്ടറുകൾ വരെ അവർക്ക് പുതിയതായിരിക്കും. അപ്പോൾ അത് പഠിക്കാനും അത് മനസ്സിലാക്കാനുള്ളൊരു കൃത്യമായ സമയം അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഈ സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ എന്നുള്ള പ്രിൻസിപ്പിളിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു എംപ്ലോയിനെ തുടർച്ചയായിട്ട് ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ എംപ്ലോയി സ്വാഭാവികമായിട്ടും ആ ജോലി നിർത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നിർത്തിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പുതിയൊരു എംപ്ലോയിനെ ആ സ്ഥാനത്തേക്ക് റിക്രൂട്ട് ചെയ്യാനും അവർക്ക് ട്രെയിനിങ് കൊടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരും. അത് കൂടുതൽ എക്സ്പെൻസ് ആവുകയും ചെയ്യും. അതാണ് ഈ സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ എന്നുള്ള പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഹെൻറി ഫയോൾ പറയാൻ കാരണം. അതായത് അവർക്ക് ആ ജോലി പെർഫോം ചെയ്യാൻ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ടൈം ഉണ്ടാവും. ആ ടൈം കൊടുക്കണം എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിളിൽ ഹെൻറി ഫയോൾ പറയുന്നത്. അടുത്തതായിട്ട് 13ാമത്തെ പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. 13ാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത് ഇനീഷ്യേറ്റീവ് നമുക്ക് മലയാളത്തിൽ സിമ്പിളായിട്ട് പറയാം. ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ മുൻഗണന എടുക്കാനുള്ള അവകാശം നമ്മൾ സബോർഡിനേറ്റ്സിന് കൊടുക്കണം എന്നുള്ളതാണ് ഇനീഷ്യേറ്റീവ് എന്ന പ്രിൻസിപ്പിളിൽ പറയുന്നത്. വർക്കേഴ്സ് ഷുഡ് ബി എൻകറേജ്ഡ് ടു ഡെവലപ്പ് ആൻഡ് ക്യാരി ഔട്ട് ദെയർ പ്ലാൻസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് അക്കോർഡിംഗ് ടു ഫയോൾ പറയുന്നത് എന്താ? വർക്കേഴ്സിനെ എൻകറേജ് ചെയ്യുക എന്നാൽ പ്രോത്സാഹിപ്പിക്കണം. ടു ഡെവലപ്പ് ആൻഡ് ക്യാരി ഔട്ട് ദെയർ പ്ലാൻസ്, അവരുടെ പ്ലാനുകൾ അല്ലെങ്കിൽ അവരുടെ സജഷൻസ് പറയാനുള്ള ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് ഫയോൾ പറയുന്നത്. ഇനീഷ്യേറ്റീവ് മീൻസ് ടേക്കിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വിത്ത് സെൽഫ് മോട്ടിവേഷൻ. ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് സെൽഫ് മോട്ടിവേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഹെൻറി ഫയോൾ ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് തിങ്കിങ് ഔട്ട് ആൻഡ് എക്സിക്യൂട്ടിംഗ് ദ പ്ലാൻ. ഇവിടെ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഹെൻറി ഫയോൾ സജസ്റ്റഡ് ദാറ്റ് എംപ്ലോയീസ് അറ്റ് ഓൾ ലെവൽസ് ഷുഡ് ബി എൻകറേജ്ഡ് ടു ഇനീഷ്യേറ്റീവ് ഇൻ വർക്ക്. ഇവിടെ ഹെൻറി ഫയോൾ സജസ്റ്റ് ചെയ്യുന്നത് ഓരോ ലെവലിലുള്ള, അതായത് എല്ലാ ലെവലിലുള്ള ആൾക്കാരെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ടു ടേക്ക് ഇനീഷ്യേറ്റീവ് ഇൻ വർക്ക്. അതായത് തൊഴിലിൽ ഒരു മുൻഗണന, അതായത് മുൻകൂട്ടി ചെയ്യുന്ന ഒരു പ്രവണത എംപ്ലോയീസിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് എംപ്ലോയീസിന് ഒരുപാട് മോട്ടിവേറ്റഡ് ആവും ചെയ്യും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ആ വർക്ക് പെർഫോം ചെയ്യാനും എംപ്ലോയീസിന് സാധിക്കും എന്നാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് ഫയോൾ പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ മസ്റ്റ് ഹാവ് ആൻ എംപ്ലോയി സജഷൻ സിസ്റ്റം സോ ദാറ്റ് ദേ ഹാവ് ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ്നെസ്. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് സജഷൻ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിൻ്റെ മനസ്സിൽ അവരെയും നമ്മുടെ തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ പരിഗണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായവും പരിഗണിക്കുന്നുണ്ട് എന്നുള്ളൊരു മൈൻഡ് അവർക്ക് ഉണ്ടാകും. അത് ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാനും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ സ്മൂത്തായിട്ടുള്ള റണ്ണിങ്ങിനും ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഇനീഷ്യേറ്റീവ് എന്നുള്ള പ്രിൻസിപ്പിളിൽ പറയുന്നത്. അടുത്ത നമ്മൾ ലാസ്റ്റ് പ്രിൻസിപ്പിളാണ്, 14ാമത്തെ പ്രിൻസിപ്പിളാണ് എസ്പിരിറ്റ് ഡീകോപ്സ്. ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് പറയാം ടീം സ്പിരിറ്റ് അല്ലെങ്കിൽ ടീം വർക്ക് എന്നുള്ള മീനിങ്ങിൽ നമുക്ക് പറയാം. ഇവിടെ ഫാമിലി ആയിട്ട് നമ്മുടെ ഓർഗനൈസേഷനെ കൺസിഡർ ചെയ്യുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള ഓരോ എംപ്ലോയീസിനെയും ആ ഫാമിലിയിലുള്ള മെമ്പേഴ്സായിട്ട് കൺസിഡർ ചെയ്യും. ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ആൻഡ് എ ഫീലിംഗ് ഓഫ് ടീം സ്പിരിറ്റ് എമംഗ്സ്റ്റ് എംപ്ലോയീസിൻ്റെ ഇടയിൽ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കുക. അതായത് നമ്മുടെ ഓർഗനൈസേഷന് ഒന്നാണ്, നമ്മളെല്ലാവരും ഒന്നാണ്. അപ്പോൾ നമ്മൾ കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ബെനഫിറ്റിന് വേണ്ടി ഒരുമിച്ച് മുന്നേറണം എന്നുള്ളൊരു ഫീലിംഗ്
ഓരോ എംപ്ലോയീസിൻ്റെയും ഇടയിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്. ഇങ്ങനെ എംപ്ലോയീസ് അല്ലെങ്കിൽ മാനേജേഴ്സ് എന്നുള്ള ഒരു വേർതിരിവൊന്നുമില്ലാതെ എല്ലാവരും ഒന്നാണ്, എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ്നെസ് ഓരോ എംപ്ലോയീസിൻ്റെയും അല്ലെങ്കിൽ ഓരോ മാനേജേഴ്സിൻ്റെയും മൈൻഡിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്. ഇതിലൂടെ ഓർഗനൈസേഷൻ്റെ ഗോള് പെട്ടെന്ന് അച്ചീവ് ചെയ്യാനും സാധിക്കും എന്നാണ് ഫയോൾ ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഒരു ടീം വർക്കായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ ഓർഗനൈസേഷൻ ഗോള്, അതായത് ഓർഗനൈസേഷനുള്ള മെയിനായിട്ടുള്ള ഗോള് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിളിൻ്റെ ബെനഫിറ്റായിട്ട് ഹെൻറി ഫയോൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള 7 പ്രിൻസിപ്പിൾസും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറിലും, താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എടുത്ത ക്ലാസ്സുകളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.